MS-ൻ്റെ കുറിപ്പുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വേറൊരു വോട്ട് ചിന്തയാണ് അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ അത് എൻ്റെ പൊട്ട തെറ്റാണ്. 2024 ഇലക്ഷനിൽ പോളിംഗ് ശതമാനം കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് 75% മുകളിൽ വോട്ട് ശതമാനം കിട്ടിയ നിയമസഭാ ഇലക്ഷനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അപ്പോൾ വോട്ട് ശതമാനം കൂടിയാൽ ഇന്ന മുന്നണി അധികാരം കിട്ടും എന്ന് പറയാൻ നമുക്ക് വയ്യ. അതാണ് കണക്കുകൾ കാണിക്കുന്നത്. പിന്നെ ഓരോ മുന്നണിയുടെയും ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രകടന പത്രിക നമുക്ക് നോക്കാം. കാരണം ഇത് കേരളമാണ്, കേരളത്തിലെ ജനങ്ങളാണ്, അവർ വിദ്യാഭ്യാസമുള്ളവരാണ്. എന്ത് വന്നാലും അധികാരം പിടിക്കും എന്ന് പ്രഖ്യാപിച്ച മുന്നണിയാണ് UDF. അവരുടെ ദേശീയ നേതാവിനെ കൊണ്ട് 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അതിൽ ആദ്യത്തേത് വയോജന പെൻഷൻ 3000 രൂപയാക്കും എന്നാണ്. Senior citizens are going to get a pension of 3000 rupees and a dedicated ministry for them to look after them. കേരളത്തിലെ പ്രായമായ മനുഷ്യർക്ക് പ്രതിമാസം അവരുടെ ക്ഷേമ പെൻഷൻ 3000 രൂപ ഉയർത്തുന്നു. പ്രതിമാസം 3000 രൂപ ഉയർത്തുന്നു. അതുപോലെ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയം ഞങ്ങൾ രൂപീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറഞ്ഞത് 6000 രൂപ പെൻഷൻ നൽകും എന്നാണ്. ഇപ്പോൾ അത് 3000 അവർ കുറച്ചു. 100 രൂപ വർദ്ധിപ്പിച്ചിട്ട് 18 മാസം കൊടുക്കാതിരുന്നതിൻ്റെ കഥ ജനങ്ങളുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല എന്ന് കൂടി നമ്മൾ ഓർക്കണം. വയനാട്ടിൽ കോൺഗ്രസ് കാണിച്ചത് ഏറ്റവും മോശമായ കളിയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണിത്. സ്വരാജ് പറഞ്ഞതുപോലെ ഈ ശവം തൂക്കികൾക്ക് ആര് അധികാരം നൽകുന്നു? ഇനി NDA ആണ്. ഇടതും വലതും ഭരിച്ച് മുടിപ്പിച്ച കേരളത്തെ വീണ്ടെടുക്കാൻ നമ്മൾക്കേ കഴിയൂ എന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. അവർ എങ്ങോട്ടാണ് കേരളത്തിനെ വീണ്ടെടുക്കാൻ പോകുന്നത്? UP ആയോ, ബീഹാർ ആയോ, മധ്യപ്രദേശ് ആയോ, മണിപ്പൂർ ആയോ? അപ്പോൾ അവർ എങ്ങോട്ടാണ് കേരളത്തെ വീണ്ടെടുക്കാൻ പോകുന്നത് എന്ന് അവരാരും പറയുന്നില്ല. അപ്പോൾ ഈ ബീഹാറിലെയും UPയിലെയും ഗുജറാത്തിലെയും ഉള്ള NDA മുന്നണിക്ക് ആര് വോട്ട് നൽകും? ഇനി LDF ആണ്. മാറ്റി മറിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു മുന്നണി. കേരളത്തിലെ ജനമനസ്സുകളിലാണ് അവർ ഉള്ളത്. അവർ കേരളത്തെ മാറ്റി പണിയുന്നു. എല്ലാ കാര്യത്തിലും യൂറോപ്യൻ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ്. അവർ ഉണ്ടാക്കുന്ന അവർ വിഭാവനം ചെയ്യുന്ന നവകേരളത്തിൽ എല്ലാവർക്കും പങ്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിദരിദ്രർ ഇല്ലാത്ത കേരളത്തിൽ നിന്നും അടുത്ത ട്രെയിനിൽ കേവല ദാരിദ്ര്യം കൂടി തുടച്ചു നീക്കും എന്ന് അവർ അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. എന്നിട്ട് അതിൽ നിന്നും എത്രയൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് ജനങ്ങളോട് അവർ പറയുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഈ മുന്നണിക്കായിരിക്കും ജനം വോട്ട് ചെയ്യാൻ സാധ്യത എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇനി ഒരു 2 വീഡിയോ കൂടി കാണിച്ചുകൊണ്ട് ഈ കുറിപ്പ് അവസാനിപ്പിക്കാം. ഞങ്ങൾക്ക് ഇത്രയും നല്ല സ്ഥലത്ത് വീട് ഞങ്ങളുടെ കൂടെ പൂർണ്ണമായി വളരെയധികം നന്ദി. ഇത് മറ്റുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇതുപോലെ ചെയ്യില്ലായിരുന്നു. അപ്പൊ എല്ലാവരും വന്നതിന് ശരിഞ്ഞ എൻ്റെ മക്കളത്തേക്ക് ഒന്നും കൂടെ വരണം. മക്കളത്തേക്ക് ഒന്നും കൂടെ വരണം ജയിച്ചിട്ട്.
ജനങ്ങളും മന്ത്രിമാരും ജനങ്ങളും മുന്നണിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആണ് ഈ വീഡിയോകളിൽ കാണുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.